കർത്താവിന്റെ ദിവ്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഈ വർഷക്കാലം ദൈവത്തിന്റെ പരിശുദ്ധം നോക്കുന്ന തീം ഹൗ ടു മൂവ് ഫോർവേഡ് എന്നുള്ളതാണല്ലോ. എങ്ങനെ മുൻപോട്ട് പോകാം എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകിയ തീം. നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെ മുൻപോട്ട് പോകാം, ഹൗ വി ക്യാൻ മൂവ് ഫോർവേഡ്. സ്തോത്രം. നാം ചിന്തിച്ചു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ നാം തിരിച്ചറിയണം. ഒന്നാമതായി കണ്ടത് അനുസരണവും ദൈവാശ്രയവും, അത് ഒരുമിച്ച് പോകുന്നു. രണ്ടാം നാം കണ്ടത് സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും ദൈവിക കരുതലുകളും, അത് രണ്ടും ദൈവത്തിന്റെ സ്തോത്രം ആലോചനയുടെ, ദൈവത്തിന്റെ സ്തോത്രം പദ്ധതികളുടെ പാർട്ടാണ്. ഇത് രണ്ടും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഒരുമിച്ച് നാം മനസ്സിലാക്കി ഒരുമിച്ച് കൊണ്ടുപോകാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ കർത്താവിന് സ്വന്തം നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. മൂന്നാമത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇമോഷൻ ആൻഡ് കൺവിക്ഷൻ. ഇമോഷൻ ആൻഡ് കൺവിക്ഷൻ, വികാരവും വിശ്വാസവും കർത്താവിന് സ്വന്തം. നമ്മൾ what we are talking about the theme God has given to us for as a church for this year, how to move forward. And now we are looking into the interconnected realities we need to be aware of when we move forward. The first interconnected reality we have seen obedience and trust, and second one we have seen pain and provision. They are part and parcel of the plan of God as we move forward. And then the third thing that we started last week, when I shared my message last time, this emotion and conviction. Emotion and conviction are equally important. They are part of our journey. We need to understand they have to go hand in hand. They need to both emotion and conviction should go hand in hand, because they are so important in our Christian journey. കർത്താവിന് സ്തോത്രം. അതായത് വികാരവും ബോധ്യവും ഒരുമിച്ച് പോകണം. ഇത് രണ്ടും നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്രയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർത്താവിന് സ്തോത്രം. ഓക്കെ, കർത്താവിന് സ്തോത്രം. നമുക്ക് നമ്മൾ കണ്ടുവന്നത് കർത്താവിന് സ്തോത്രം ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ നമ്മൾ ഇത് രണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യം നാം കാണുന്നത് ഒരു ഇമോഷണൽ ഡയമെൻഷനിലാണ്. ദൈവം അവരെ നടത്തുന്ന ഇമോഷണൽ ഡയമെൻഷനിലെ ദൈവത്തിന്റെ കരുതലുകൾ, അതായത് വികാര തലത്തിലെ ദൈവത്തിന്റെ കരുതൽ, അതാണ് അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങളും കരുതലുകളും വികാര തലത്തിലുള്ളതാണ്. അവിടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണുന്നു. ചെങ്കടലിനെ വിഭജിക്കുന്നു, നമ്മളിതെല്ലാം കണ്ടതാണ്. അതുപോലെ സ്തോത്രം മാറയിലെ കയ്പുവെള്ളത്തെ മധുരമാക്കുന്നു. അതുപോലെ കർത്താവ് വെള്ളമില്ലാത്ത സമയത്ത് ആറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നു. ഉയരത്തിൽ നിന്നും സ്വർഗത്തിലെ ആഹാരമായ മന്ന അവർക്ക് നൽകുന്നു. ഇതെല്ലാം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ കരുതലുകൾ, അത്ഭുതങ്ങൾ. ഇത് ഇമോഷണൽ തലത്തിലാണ് നമ്മൾ കാണുന്നത്. കർത്താവ് ഇതെല്ലാം കണ്ട് അവർക്ക് സന്തോഷമുണ്ടായി, ഉത്സാഹമുണ്ടായി. കർത്താവിന് അവർ എക്സൈറ്റഡ് ആകുന്നു. കർത്താവിന് സ്വന്തം ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് അതൊരു ഇമോഷണൽ തലത്തിലെ നമ്മൾ മനസ്സിലാക്കണം. സോ വികാര തലത്തിലെ സ്തോത്രം യാഥാർത്ഥ്യങ്ങളാണ്. See, you need to understand the people of Israel. God is performing many miracles like crossing the Red Sea, turning the bitter water into sea, and provision of water and provision of food in terms of manna. And all these things we need to understand as, God's care in the emotional dimension. They were excited. They were so happy of the provisions of God, and they were emotionally excited. But at the same time, as we move forward, we can see God is slowly taking them to and I call it as convincible dimension. Convincible dimension. God is providing them the law. And God is providing them the law. What? Because God wants them to not just simply enjoy the miracles. God wants them to understand who God is. That is why giving the law. I am the only God. Don't make any idols. And by giving them the law and all of the law, what God wanted them to understand and be convinced who God is. And if you look into the laws, we can see that covers every aspect of their life. Like, we can see the laws concerning worship,
laws concerning, you see, relationship, laws covers family, hygiene, environmental concern, community living, immigrant concern, animal care, everything is included in the law of God. There, God wants them to understand. The people of Israel have to be convinced who their God is, who is not simply a miracle worker just dividing the sea or providing the food, but they need to understand, who he truly is. ആ ദൈവത്തെ കുറിച്ചുള്ള, they have to understand the bigger picture of God. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ ദൈവം ആഗ്രഹിച്ചത് ഇസ്രായേൽ മക്കൾ കേവലം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ട് വികാര തലത്തിൽ വൈകാരികമായി സ്തോത്രം പ്രതികരിച്ച് കർത്താവിന് സ്തോത്രം ഒന്ന് സന്തോഷിച്ച് ജസ്റ്റ് ഒരു പാട്ടും പാടി പോകുക മാത്രമല്ല ആഗ്രഹിച്ചത്. ദൈവം ആഗ്രഹിച്ചത് ദൈവം യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള ഉറച്ച ബോധ്യം അവർക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷം, അതായത് സ്തോത്രം ചെങ്കടൽ വിഭജിച്ച് കർത്താവിന്റെ മാറയിലെ സ്തോത്രം കയ്പുള്ള മധുരമാക്കി, വെള്ളം കൊടുത്ത്, മഞ്ഞ കൊടുത്ത്, പിന്നെ ദൈവം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? സ്ലോലി ദൈവം നിയമങ്ങൾ കൊടുക്കുകയാണ്. 10 നിയമങ്ങൾ കൊടുക്കുന്നു, മറ്റ് നിയമങ്ങൾ കൊടുക്കുന്നു. ഈ നിയമങ്ങൾ കൊടുത്തതിലൂടെ എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം? ഇസ്രായേൽ മക്കൾ തീർച്ചയായും മനസ്സിലാക്കണം, അവര് ആരെയാണ് പിൻപറ്റുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് അവരുടെ കർത്താവ് പറഞ്ഞത്, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. സ്തോത്രം. വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. കർത്താവിന് സ്തോത്രം. ദൈവം കൊടുത്ത നിയമങ്ങൾ പഠിച്ചാൽ ആ ദൈവത്തിന്റെ നിയമത്തിൽ സകല വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ആരാണ് ദൈവം, ആരെയാണ് ആരാധിക്കേണ്ടത്, ആരാധനയെ കുറിച്ചുള്ള നിയമങ്ങൾ, ബന്ധങ്ങളെ കുറിച്ചുള്ള നിയമങ്ങൾ, കർത്താവിന് സ്തോത്രം, കുടുംബത്തെ കുറിച്ചുള്ള നിയമങ്ങൾ, ശുചിത്വത്തെ കുറിച്ചുള്ള നിയമങ്ങൾ, പരിസ്ഥിതിയെ കുറിച്ചുള്ള നിയമങ്ങൾ, സമൂഹ ജീവിതത്തെ കുറിച്ചുള്ള നിയമങ്ങൾ, സ്തോത്രം, പരദേശിയെ എങ്ങനെ ചേക്കേറിയണം, മൃഗത്തെയും പക്ഷികളെയും എങ്ങനെ സംരക്ഷിക്കണം. ഞാൻ പറഞ്ഞത് ദൈവം കൊടുത്ത നിയമങ്ങളിൽ സകലം ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? സ്തോത്രം, ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കണം, ബോധ്യമുണ്ടാകണം, അവരെ ആരാധിക്കുന്ന സേവിക്കുന്ന ദൈവം, അവരെ വിളിച്ചിറക്കിയ ദൈവം, അവര് പിൻപറ്റുന്ന ദൈവം ആ ചുമ്മൊരു ദൈവമല്ല, ചുമ്മൊരു വെള്ളം കൊടുത്ത ദൈവമല്ല, വിശന്നപ്പം വെള്ളം കൊടുത്ത ദൈവം മാത്രമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദാഹിച്ചപ്പം വെള്ളം കൊടുത്ത ദൈവവും വിശന്നപ്പം ആഹാരം കൊടുത്ത അതാർക്കും കൊടുക്കാം. പിന്നെയോ അവരാരാധിക്കുന്നു സർവശക്തനായ ഏക ദൈവം, സത്യദൈവം, സൃഷ്ടിതാവായ ദൈവം എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ ഇവരെ പിൻപറ്റണം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവിടെ സമസ്ത മേഖലകളും കേവലം അവിടെ ആത്മാവിനെ മാത്രം കരുതാനല്ല, അവിടെ ആത്മാവിനെയും അവിടെ പ്രാണനെയും അവിടെ ശരീരത്തെയും അവിടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ, കേവലം അവരെ ഒറ്റയ്ക്ക് കരുതുന്നവൻ മാത്രമല്ല, അവിടെ കുടുംബത്തെ കരുതുന്നവൻ, കുടുംബത്തെ മാത്രം കരുതുന്നവനല്ല, അവിടെ സമൂഹത്തെ കരുതുന്നവൻ, അവരുടെ നാട്ടിലെ ആൾക്കാരെ മാത്രം കരുതുന്നവൻ, പിന്നെയും പരദേശിയും കരുതുന്നവൻ, മനുഷ്യനെ മാത്രം കരുതുന്നവല്ല, മൃഗത്തെയും സ്തോത്രം പക്ഷിയെയും. ഞാൻ പറഞ്ഞത് ആ ദൈവം ആഗ്രഹിച്ചത് മനുഷ്യൻ ബോധ്യത്തോടെ യാത്ര ചെയ്യണം. കേവലം ഒരു വികാരപ്രകടനം മാത്രം നടത്തി വൈകാരിക തലത്തിൽ സ്തോത്രം ദൈവത്തെ അനുഗമിക്കാൻ മാത്രമല്ല, ദൈവം ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ. ഓക്കെ, അതാണ് ദൈവം ആഗ്രഹിച്ചത്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ഈ അത്ഭുതങ്ങളൊന്നും ഉപകാരപ്രദമായി വന്നില്ല. നാം പിന്നീട് കർത്താവിന്റെ സ്തോത്രം ഞാൻ കൺക്ലൂഡ് കഴിയുമ്പോൾ അവിടേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇത് സ്തോത്രം പഴയ നിയമത്തിൽ നിന്നും ഞാൻ പറയട്ടെ, പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും നമുക്കിത് കാണുവാൻ കഴിയുന്നു. പുതിയ നിയമത്തിലെ 2 കാര്യങ്ങളാണ് ഈ പലക്കാലം ഞാൻ സ്തോത്രം സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കർത്താവ് യേശുക്ക് ചെയ്ത ഒരു അത്ഭുതത്തിലൂടെ കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. 2, പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ള സ്തോത്രം കർത്താവിന്റെ വചനത്തിലെ പഠിപ്പിക്കലിലൂടെ, ഈ 2 കാര്യങ്ങളിലൂടെ ഞാൻ ഈ 2 തലം ഒന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 തലവും. ഇമോഷണൽ ഡയമെൻഷൻ ആസ് വെൽ ആസ് ദിസ് കൺവിൻസിബിൾ ഡയമെൻഷൻ. See, I purposefully call convincible കാരണം ഞാൻ പറഞ്ഞ പോലെ, why the reason? Because faith, it become a kind of cheap word. Very cheap word many times when we think that. I don't want to use even intellectual. Why the reason? I'm not using purposefully intellectual dimension. Intellectual means, people can have
intellectual capacity, that doesn't mean that they will understand God, right? There are so many intellectual people in the world, but they can't understand God. I mean, that is why Bible says that. I mean, Paul says that. I mean, you see that God has hid it from the wise, but revealed to the babes. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ബോധപൂർവമാണ് ഇതിന്റെ ഒരു കൺവിൻസിബിൾ ഡയമെൻഷൻ, ബോധ്യതലം എന്ന് ഉപയോഗിക്കുന്നത്, ബൗദ്ധ്യതലം എന്ന് ഉപയോഗിക്കുന്നില്ല. ഇന്റലക്ച്വൽ തലം എന്ന് പറഞ്ഞാൽ ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബുദ്ധി നല്ല ഉദ്ദേശിക്കുന്നത് ബുദ്ധി കൊണ്ട്. കാരണം കർത്താവിന് പറഞ്ഞു, ഇത് വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ചു വെച്ച് ആർക്ക് വെളിപ്പെടുത്തിയെന്ന? ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്ന്. കർത്താവിന്റെ സ്തോത്രം. ലോകത്തിലെ സ്തോത്രം ജ്ഞാനം കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ബോധപൂർവം മനഃപൂർവ്വമായി ഉപയോഗിക്കുന്നത് സ്തോത്രം. ഞാൻ ഈ എന്റെ മെസ്സേജ് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കർത്താവിന്റെ സ്തോത്രം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന പദം ബോധ്യതലം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേവലം ബുദ്ധിപരമായ ഒരു തലമല്ല, പിന്നെ നമുക്ക് ബോധ്യമുണ്ടാകുന്ന തലം. അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സാധ്യമാണ്. ഓക്കെ, ഉദയമത്തിലെ ഒരു സ്റ്റോറി നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന്. കർത്താവിന്റെ സ്തോത്രം. We will look into the story of John chapter 6 where we see a miracle. അവിടെ യേശു ക്രിസ്തു 5000 പേരെ പോഷിപ്പിക്കുന്ന സ്റ്റോറിയാണ്. നമ്മൾ 6-ാം അധ്യായത്തില് സ്തോത്രം, സമയമില്ലാത്തതുകൊണ്ട് എല്ലാ വാക്യങ്ങളും വായിക്കില്ല. ഞാൻ ഇടയ്ക്ക് ചില വാക്യങ്ങൾ വായിക്കുവാൻ ആവശ്യപ്പെടും. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ അവിടെ കാണുന്ന 2-ാം വാക്യം വായിക്കുമ്പോൾ എന്നറിയാമോ, ഈ യേശു അത്ഭുതം ചെയ്യുന്നത് കണ്ടുകൊണ്ട് പുരുഷാരം അവനെ എന്ത് ചെയ്യുന്ന അനുഗമിച്ചെന്ന്. അപ്പോൾ ഒരു വലിയ പുരുഷാരം അനുഗമിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അനുഗമിക്കുന്ന പുരുഷാരം. കർത്താവിന്റെ സ്തോത്രം. പക്ഷെ ഈ പുരുഷാരം 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് നോക്കിയാം. വേഴ്സ് 14 14 വാക്യം ഒന്ന് വായിക്കാം. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. താങ്ക് യു. ഇവിടെ പക്ഷെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാല് മനസ്സിലാക്കുന്ന ഒരു പദം, അവർ ഈ അത്ഭുതവും അടയാളം കണ്ടിട്ട് അമേസ് ചെയ്തെന്ന ആ പദം മിസ്സാവുന്നുണ്ട്. അവരെന്താ പറയാ, ആശ്ചര്യപ്പെട്ടു. കർത്താവിന് സ്തോത്രം. അപ്പൊ ആശ്ചര്യപ്പെട്ടു ഈ പദം, ഈ അത്ഭുതം കണ്ടിട്ട്. ഈ അത്ഭുതം കണ്ടിട്ട് എന്താ അറിയാമോ, ഇവർ എക്സൈറ്റഡ് ആയി. അത്ഭുതം കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് ഉത്തേജിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, 15-ാം വാക്യം കൂടെ വായിക്കുമോ? 15-ാം വാക്യത്തിൽ അവരൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അവൻ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞ് പിന്നെയും തനിച്ച് മലയിൽ വാങ്ങിപ്പോയി. അപ്പൊ അവർ വന്ന് യേശുവിനെ രാജാവാക്കാൻ. അപ്പൊ ഇവർ എക്സൈറ്റഡ് ആയി. കാരണം ഇവർക്കൊരു അത്ഭുതം ചെയ്ത ഈ അപ്പത്തെ വർദ്ധിപ്പിച്ച ദൈവത്തെ കണ്ടപ്പോൾ, മനുഷ്യനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് എന്ത് എക്സൈറ്റഡ് ആയി, വികാരതലത്തിൽ ഉത്തേജിക്കപ്പെട്ടിട്ട് അവർ യേശുവിനെ രാജാവാക്കാനായിട്ട് ശ്രമിച്ചെന്നാണ്. വാട്ട് വി സീ ഹിയർ, the people, the crowd saw the miracle. 14, the crowd saw the miracle and they got amazed, and when they got amazed they got excited. Verse 15, they got excited and they wanted to make Jesus as the king. See, when our emotion is aroused, it is quite natural we will be making decision out of emotion. As we heard yesterday, last night, about decision, we get excited and we may take a decision. That doesn't mean that should be true. അപ്പൊ ഇവര് വികാരതലത്തിൽ ഈ അത്ഭുതം ചെയ്ത ദൈവത്തെ കണ്ടപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് അവനെ രാജാവാക്കാനായിട്ട് ശ്രമിച്ചു. കർത്താവിടുന്ന് മാറിപ്പോയെന്ന്. ഇന്നത്തെ വളരെ പരിതാപകരമായ ഒരു വസ്തുത ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. ഈവൻ ആത്മീയ ഗോളത്തിൽ പോലും നാട്ടുകാർ രാജാവാക്കിയ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. എന്നാൽ എന്റെ കർത്താവ് നാട്ടുകാർ രാജാവാക്കുമ്പോൾ രാജാവാകുന്നവനെ അല്ല. അതാണ് ബോധ്യമുണ്ടാകണം. യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു താൻ ആരാണെന്ന്. അതുകൊണ്ടാണ് നാട്ടുകാർ രാജാവാക്കിയപ്പോൾ അവൻ രാജാവാകുവാൻ നിന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ബോധ്യമില്ലാതാകു വരുമ്പോൾ, ഞാൻ ആരാണെന്ന ബോധ്യം, നാം ആരാണെന്ന ബോധ്യം, നമ്മുടെ കർത്താവ് ആരാണ് ബോധ്യം, ഇതിന് ബോധ്യം ഇല്ലെങ്കിൽ എന്തെന്നറിയാമോ, കർത്താവ് നാട്ടുകാര് സ്തോത്രം എന്നും പറയുന്നു, അത് നമ്മൾ തുള്ളും. കർത്താവിന് സ്തോത്രം. നാട്ടുകാരാക്കിയാൽ രാജാവാകേണ്ടവരല്ല നാം. കർത്താവിന് സ്തോത്രം. നാം ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെയും
നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെയും വേണം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ. ഏത് പൊസിഷൻ തന്നാലും, ഈ രാജപദവി തന്നാലും കർത്താവിന് സ്തോത്രം എടുക്കരുത്. നാട്ടുകാരാക്കി രാജാവാക്കുന്ന പദവി എടുക്കരുത്. കർത്താവിന് സ്തോത്രം. തികഞ്ഞ ബോധ്യത്തോടെയും ദൈവഹിത പ്രകാരവും ആയിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ. See, dear children of God, let me tell you, our next generation, I know you and me, and very especially more than our generation, you guys, the young generation, teenagers, I know there can be a huge temptation. You can be tempted by the followers type, for the followers syndrome in the social media, that the followers can make you king. Your followers and subscribers can make you king, and you will be tempted to have more subscribers and followers so that you may be tempted to see that you are king. But you need to understand, our Jesus knew very well who he is. He did not allow his followers to make him king. Because he knew who he is. I mean, it is not social media and the followers and the subscribers, or the people around us, or even your parents, or even your church members, decide who you are. No, don't allow situation or people to define who you are. Who you are should be defined by your identity in the Lord. Who you are. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആരാണെന്നുള്ള സ്വത്രം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നാട്ടുകാരല്ല, വീട്ടുകാരല്ല, സഭക്കാരല്ല, സോഷ്യൽ മീഡിയ അല്ല. ഞാൻ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഞാൻ കർത്താവിന് ആരാണെന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ കർത്താവിന് ആരാണ് അതാണ്. സോഷ്യൽ മീഡിയയിൽ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും നിന്നെ ഫോളോ ചെയ്താലും എന്റെ കർത്താവിന് സ്തോത്രം, എന്റെ കർത്താവ് നിന്നിൽ സംപ്രീതനായില്ലെങ്കിൽ എന്തു ഫലം? കർത്താവിന് സ്തോത്രം. യേശുവിനെ കുറിച്ച് പിതാവ് സാക്ഷ്യം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. പക്ഷേ നാട്ടുകാർ സാക്ഷ്യം പറയണമെന്നില്ല. നാട്ടുകാർ പറഞ്ഞ തച്ചന്റെ മകനാ ഇവൻ, സ്തോത്രം. അങ്ങനാണ് നാട്ടുകാർ സാക്ഷ്യം പറഞ്ഞത്. അവൻ തച്ചന്റെ മകനല്ലേ, അവൻ മറിയയുടെ മകനല്ലേ, സ്തോത്രം. നാട്ടുകാരുടെ സാക്ഷ്യം. പ്രിയപ്പെട്ട വിശ്വാസികളെ, we need to understand, not the crowd give us define our identity. Rather, our identity is defined by the Lord alone. കർത്താവ് സ്തോത്രം. ഓക്കെ, മടങ്ങി വരട്ടെ. അപ്പം ഇവിടെ നാട്ടുകാര് സ്തോത്രം രാജാവക്കൽ ശ്രമിക്കുന്നു, കർത്താവ് നിൽക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടും ഈ നാട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ച് 24 വാക്യത്തിൽ വരുമ്പോൾ 24 വായിക്കേണ്ട, 24 വാക്യത്തിൽ വരുമ്പോ അറിയാമോ, ഈ പുരുഷാരെ യേശുവിനെ അന്വേഷിച്ചു പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, അവര് ബോട്ട് എടുക്കുന്നു. ഗലീല കടലിന്റെ കരയ്ക്കാ നടക്കുന്നേ. ഈ ഗലീല കടലിൽ അവർ ക്രോസ് ചെയ്യുന്നു. അവരൊരു ബോട്ട് എടുത്തിട്ട് ക്രോസ് ചെയ്തിട്ട്, വള്ളം എടുത്ത് ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത വില്ലേജിൽ പോകുന്നു. യേശുവിനെ തെരയുന്നു. അടുത്ത വില്ലേജിൽ, കടല് കടന്ന് അടുത്ത വില്ലേജിൽ, അത് ജോഗ്രഫിക്കൽ സ്തോത്രം ഡിസ്റ്റൻസ് അനുസരിച്ച് ഒരു 10-12 മൈൽ കാണും. സ്തോത്രം. ഒരു 20 കിലോമീറ്ററോളം, ഒരു 10-12 മൈലോളം ദൂരത്ത് യാത്ര ചെയ്തെന്നേ അവര്. അന്നത്തെ കാലത്ത് അതൊരു വലിയ ദൂരമാണ്. ഇന്ന് ദൂരമല്ല അത്, പക്ഷെ അന്നത്തെ കാലത്ത് ഒരു വലിയ ദൂരമാണ്. അപ്പൊ ആ ദൂരം കവർ ചെയ്ത് അവര് പോയിട്ട് പിന്നെന്താണ് അവർ ശ്രമിച്ചേ? 30 വാക്യം ഒന്ന് വായിച്ചേ. 30 വാക്യം, വേഴ്സ് 30. അവർ അവനോട്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു? നോക്കുക, ആരാ ഇത് പറയുന്നത്? ഇതായത് ഇപ്പൊ അങ്ങോട്ട് അത്ഭുതം കണ്ടേ ഉള്ളൂ. ഏതാ? കഴിഞ്ഞ ദിവസം, നെക്സ്റ്റ് ഡേയിലെ ഈ ചോദ്യം. തലേ ദിവസം ഭയങ്കര അത്ഭുതം കണ്ടു. അത്ഭുതം കണ്ടിട്ട് എക്സൈറ്റഡ് ആയപ്പോ അവൻ രാജാവാക്കാന്ന് വിചാരിച്ചു. പക്ഷെ അടുത്ത ദിവസം ഇവിടെ ഒന്ന് ചോദിക്കുവാണ്, നീ എന്തോ അത്ഭുതമാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്നലത്തെ അത്ഭുതം അവരുടെ വിശ്വാസത്തിനൊന്നും സ്തോത്രം ഉപകാരമായി വന്നില്ല. കർത്താവിന് സ്തോത്രം. ഇനി 31 വാക്യത്തിൽ 31 വാക്യം കൂടെ വായിച്ചേ, വേഴ്സ് 31 കൂടെ. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. താങ്ക് യു. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ അവർ യേശുവിനോട് പറഞ്ഞെന്താ അറിയാമോ? ഞങ്ങൾക്ക് നീ എന്താ ചെയ്യുന്നറിയാമോ? ഞങ്ങൾക്ക് അപ്പം വർദ്ധിപ്പിച്ചു തന്നു. പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാര് എന്ത് ചെയ്യുന്നറിയാമോ?
ദൈവം ഇതിനെക്കാട്ടിലും വലിയ അത്ഭുതം അവർക്ക് കൊടുത്തേ. എന്താ അത്ഭുതം? അവർക്ക് മരുഭൂമി സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പൊഴിച്ചു. നീ ഇപ്പം ചെയ്തത് കൊച്ചത്ഭുതമാണ്. കാരണം എന്താ? ഉള്ള 5 അപ്പത്തെ നീ ഒന്ന് വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശ ചെയ്തത് എന്താ വലിയ അത്ഭുതമാണ്? അവൻ ചെയ്ത സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തെന്ന്. കർത്താവിന് സ്തോത്രം. സോ അവൻ എന്തെങ്കിലും അറിയാമോ? ഇതിനേക്കാളും വലിയ അത്ഭുതം ഏത്? ഈ 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ച അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം പോരാ, സ്വർഗത്തിൽ നിന്ന് അപ്പം കൊണ്ടുവരുന്ന അത്ഭുതം പോരാ, പിന്നെയോ അതിനേക്കാളും വലിയൊരു അത്ഭുതം വേണം എന്നാ ഞങ്ങൾ വിശ്വസിക്കാവുന്ന പറയുന്ന മനസ്സിലാവുന്നു, വിശ്വസിക്കുന്നു. Here what is happening? So the people, the crowd is looking for Jesus and they are going to the other shore. They travel some 10-12 miles. And when we come to verse 24, and there also what they are searching, they are not searching Jesus. What they are actually searching, they are seeking miracle. Verse 30, they are seeking miracle. But what they said that we got the miracle. What is a miracle? You multiplied the bread. But the crowd says that, but our forefathers, they got a greater miracle. So you multiplied the existing bread. But you know what Moses did? Moses brought manna, heavenly bread. So Moses brought bread from heaven. So Moses did greater miracle than you. So therefore they are asking, so what miracle are you going to do so that we can believe? Means, are you going to do a greater miracle than Moses did? They compare the miracle. Still, what I want to say that they are not convinced who Jesus is. The reason is that they were focusing on the miracle. They were looking for miracle one after another, but so they don't want. See, another reality is that very strange. They did not understand the truth that their forefathers, the people of Israel, they rejected manna. They rejected manna. Shall we come to Numbers 11? Numbers 11. See, ഇവര് മനസ്സിലാക്കാത്ത ഒരു വലിയ സത്യം എന്നറിയാമോ? ഇവരുടെ പിതാക്കന്മാര് ഇസ്രായേൽ മക്കൾ ഈ മന്ന കഴിച്ച് മടുത്തിട്ട് അത് റിജക്ട് ചെയ്തെന്ന്. സ്തോത്രം. സംഖ്യാപുസ്തകം 11:1, അതിനുശേഷം 4 മുതൽ 6 വരെയും കൂടെ വായിക്കാം. സംഖ്യ 11:1, 4 മുതൽ 6 വരെ. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കുത്തി പാളയത്തിന്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. താങ്ക് യു. അതായത് യേശുക്രിസ്തുവിനെ അനുഗമിച്ച പുരുഷാരം, നമുക്ക് അതിലേക്ക് യേശുക്രിസ്തുവിനെ അനുഗമിച്ച പുരുഷാരത്തിന് ഈ സത്യം അറിയത്തില്ല. ഏത്? അതായത് അവരുടെ പിതാക്കന്മാർക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തിട്ടും ആർക്ക് തൃപ്തരല്ലായിരുന്നെന്ന് അവരതിനെ തുച്ഛീകരിച്ചു, അതിനെ ഒന്നുമില്ലാതായി കണ്ടു. ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല, ഞാൻ പറയാം, അത് മാത്രം പറയുന്നു. ആ സത്യം അവർ മനസ്സിലാക്കുക. ഇപ്പൊ പറയണ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വലിയ അത്ഭുതം ചെയ്തെന്ന്. എന്നിട്ട് ഈ അത്ഭുതം കൊണ്ട് അവരുടെ പിതാക്കന്മാർക്ക് ഒരു ഗുണം ഉണ്ടായില്ലെന്നുള്ള സത്യം ഇവർ മനസ്സിലാക്കുന്നില്ല. See, even though God has poured out manna, the heavenly bread, the people of Israel rejected it. They despised it and they wanted to have something more or something greater. So therefore it is so important, we need to understand. If we try to focus on miracle, you see that, so we can be failure. നമ്മൾ പരാജയപ്പെടും. We may fail. ഈ നമ്മൾ അത്ഭുതങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ, ഇമോഷണൽ തലത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ, കർത്താവിന്റെ സ്തോത്രം, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത്ഭുതങ്ങൾ ദൈവികമാണ്. ഈ അത്ഭുതങ്ങളുടെ പിന്നിൽ ഒരു ദൈവോദ്ദേശമുണ്ട്. ഈ അത്ഭുതങ്ങളുടെ പിന്നിൽ ദൈവോദ്ദേശം നാം തിരിച്ചറിയണം. ഈ അത്ഭുതം കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ദൈവിക കരുതൽ കൊണ്ട് എന്താണ് ദൈവം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടാം. So we need to understand, see, miracles are from God, and God wants us to understand
the miracle. God wants us to understand the miracle and the purpose behind it. ഈ സ്തോത്രം യേശു സ്തോത്രം 6-ാം അധ്യായത്തിലേക്ക് വരാം. വീണ്ടും ഒന്നുകൂടെ 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വരുമ്പോഴേ 6:41 നമുക്ക് മനസ്സിലാക്കാൻ എന്താ സംഭവിക്കുന്ന അറിയാമോ? യേശു ക്രിസ്തു ഈ അത്ഭുതത്തിന്റെ പിന്നിലെ ദൈവോദ്ദേശം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഏത്? ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഈ അത്ഭുതത്തിന്റെ പിന്നിൽ ഒരു ദൈവോദ്ദേശവും ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കിന് എന്ത് ചെയ്യുന്നറിയാമോ? അവർ പിറുപിറുക്കാൻ തുടങ്ങി. എന്താ അവിടെ കാണുന്നറിയാമോ? അതായത് ഇതൊരു സ്വിച്ച് ഓവറാ, ഇതൊരു ട്രാൻസിഷൻ. ഏത്? ഇമോഷൻ തലത്തിലേക്കൊരു സ്വത്രം ബോധ്യ തലത്തിലേക്ക്. ദൈവം ആഗ്രഹിച്ചത് അത്ഭുതം കണ്ട് സ്വത്രം എക്സൈറ്റഡ് ആയ ജനം ഈ അത്ഭുതത്തിലൂടെ ഈ വൈകാരിക തലത്തിൽ നിൽക്കരുത്. ഈ വൈകാരിക തലത്തിൽ നിന്നും അവരൊരു ബോധ്യ തലത്തിലേക്ക് മൂവ് ചെയ്യണം. അതിന് കർത്താവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എഴുതിയിരിക്കുന്നറിയാം, അവർ പിറുപിറുത്തെന്ന് എഴുതിയിരിക്കുന്നത്. They began to grumble. When Jesus began to convince the people what the miracle indicates, what's the purpose of miracle, why did I do this miracle, what this bread shows about, what this miracle shows about. See, Jesus wanted to teach them. When Jesus wanted to teach them, so the purpose of the miracle, he want them to convert this, emotional level into the convincible level. You see dimension. They began to grumble. അവർ പിറുപിറുക്കാൻ തുടങ്ങിയതാണ് കാണുന്നത്. ഇന്നും അതാണ്. ശ്രദ്ധിക്കുക ദൈവത്തിന്റെ ജനമേ, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, വൈകാരിക തലത്തിൽ തന്നെ പോയാൽ ഏത് മിനിസ്ട്രി ആകട്ടെ, ഒരു ദൈവദാസന്റെ മിനിസ്ട്രി ആകട്ടെ, ഒരു സഭയുടെ മിനിസ്ട്രി ആകട്ടെ, വൈകാരിക തലത്തിൽ മാത്രം പോയാൽ ഇഷ്ടം പോലെ ആൾക്കാർ കൂടാനുണ്ട്. പക്ഷെ ഈ വൈകാരിക തലത്തിൽ നിന്നും ഒരു ബോധ്യ തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തറിയാമോ? ആൾക്കാർ വിട്ടുപോകും. സി, ഇത് സ്വത്രം ഇന്നത്തെ പല ശുശ്രൂഷകർക്കും അറിയാം, നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ വിടാത്തത്? സമൃദ്ധിയുടെ സുവിശേഷം പലരും വിടാത്തത്? പലർക്കും അത് സത്യമാണെന്ന് അറിയാം. കർത്താവ് സ്വന്തം, ഞാൻ ആരുടെ പേരെടുക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് ഇഷ്ടം പോലെ സ്വത്രം നമുക്ക് വാട്സാപ്പിലൂടെ കിട്ടുന്നുണ്ടല്ലോ. പലരും കൺഫസ് ചെയ്യുന്നു. എപ്പോഴ്? ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറയാണ്, സ്വന്തം വാർദ്ധക്യമായി കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായപ്പോ. ഇപ്പം ക്രൂസൈഡും പറ്റുന്നില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യുന്നറിയാമോ? ആൾക്കൂട്ടും ഇല്ല. അങ്ങനെ അപ്പോഴാണോ മനസ്സിലായത്? കർത്താവിന് സ്തോത്രം. ഇപ്പോഴെങ്കിലും മനസ്സിലായവർക്കുമായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് സ്തോത്രം, ആൾക്കൂട്ടം പോകുന്നവർക്കറിയാം. ആൾക്കൂട്ടം പോകും ഈ ഇമോഷണൽ തലത്തിൽ നിന്ന്. നിങ്ങൾ എന്നോടൊപ്പം യാത്ര ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല. ഇമോഷണൽ തലത്തിൽ നിന്നും എന്താ പറയുക, ബോധ്യ തലത്തിലേക്ക് ഉള്ള ഈ സ്വിച്ച് ഓവറിൽ ആൾക്കാർ പോകുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇമോഷണൽ തലത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ മെസ്സേജുകളാകട്ടെ, ഇനി സഭയുടെ ആകട്ടെ, ആൾക്കാർ കൂടും. പക്ഷെ ഇമോഷണൽ തലത്തിൽ നിന്നും, അപ്പം യേശു ക്രിസ്തു ഇമോഷണൽ തലത്തിൽ സ്തോത്രം ആ ദൈവ മിനിസ്ട്രി ഇന്നും ചെയ്യും. വൈകാരിക തലത്ത് ആ ദൈവത്തിന്റെ സ്വഭാവ. വൈകാരിക തലത്തില് നമുക്ക് എല്ലാവർക്കും ശുശ്രൂഷ ആവശ്യമാണ്. കാരണം മനുഷ്യൻ വൈകാരിക ജീവിയാണ്. സ്തോത്രം. വൈകാരിക ജീവി ആയതുകൊണ്ട് ദൈവം മനുഷ്യനെ, എല്ലാ മനുഷ്യരുടെയും വൈകാരിക തലത്തിൽ ദൈവം ശുശ്രൂഷിക്കും, ഇന്നും ശുശ്രൂഷിക്കും. കർത്താവിന് സ്തോത്രം. പക്ഷെ അവിടെ കൊണ്ട് നിൽക്കുവല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് അറിയാവോ, ഒരു ബോധ്യ തലത്തിലേക്ക്, ഉയർന്ന തലത്തിലേക്ക് നമ്മൾ വരണം. കർത്താവിന് സ്തോത്രം. അത് വന്നില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായിട്ട് വരും. കർത്താവ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നറിയാമോ, ആ തലം മാത്രം നിൽക്കുന്നത്. കർത്താവിന് സ്തോത്രം. പ്രോസ്പെരിറ്റി ഗോസ്പലുകാരുടെ നമ്മൾ നമ്മൾ വിചാരിക്കും സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ, പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതായിട്ട് പല കാര്യങ്ങളില്ലേ, അതിലൂടെ വർക്ക് ചെയ്തവരോട് വിട്ടുപോകുന്നവരും പലരും പറയാറുണ്ട്. പല നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അവർക്കറിയാം അവിടെ നിന്നും ഒരിക്കലും മാറു തലത്തിലേക്ക് പോകത്തില്ല. യേശു ചെയ്ത പോലെ അപ്പം കൊടുത്തു നിറച്ചു, ആരോഗ്യവും അപ്പവും. സ്തോത്രം. ഇത് അപ്പുറമായിട്ട് ബോധ്യതലത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ വിട്ടുപോയി. കർത്താവിന് സ്തോത്രം. 1-2 വാക്യങ്ങൾ നമുക്കറിയാവുന്നതാണെങ്കിലും വായിച്ചു പോകാം. 6-ാം അധ്യായത്തിൽ തന്നെ 6-ന്റെ 60-61 വായിക്കുമോ? 60 and 61. See verses 60 and 61 of John 6. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ച ആകുന്നുവോ?
ഇനി 66 സിസ്റ്റർ, 66 വാക്യം കൂടെ. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. മതി. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. വേണമെങ്കിൽ ഒരു 41 വാക്യത്തെ നമ്മൾ എന്താ കടന്നറിയാമോ? പുരുഷാരം വിട്ടുപോയി, പുരുഷാരത്തിൽ പിറുവിറുപ്പുണ്ടായി, പുരുഷാരത്തിൽ പലരും പോയി. പിന്നെയോ ഈ 61 വാക്യത്തിൽ വന്നപ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ 12 പേരെ കുറിച്ചല്ല, അല്ലാതെ നമുക്കറിയാം പലരും ഉണ്ടായിരുന്നു. 70 പേരുടെ ശിഷ്യന്മാരുണ്ടാവും. ഇപ്പൊ യേശു ക്രിസ്തുവിന് കേവലം 12 തെരഞ്ഞെടുത്ത പ്രത്യേക ശിഷ്യന്മാർ, അതുകൂടാതെ യേശുവിനെ നിരന്തരമായി അനുഗമിക്കുന്ന ഒരു ഗ്രൂപ്പ് ആ ശിഷ്യന്മാര്. അപ്പൊ ഇവരിൽ പലരും വിട്ടുപോയി, പിന്നെ അനുഗമിച്ചിട്ടേ ഇല്ലെന്ന്. കർത്താവിന്റെ സ്തോത്രം. മനസ്സിലായി? ഞാൻ പറഞ്ഞതാണ്, ഇന്നും അങ്ങനെയാണ് സംഭവിക്കുന്നത്. See what we see here, many disciples began to leave Jesus. They left Jesus. Why? Because when Jesus wanted to teach them, and Jesus was teaching that the emotional dimension is not enough. You ate the bread and you're full, but you need to understand, Jesus was teaching them from the emotional dimension. Jesus want them to move to the convincing level. You see that? And then people left him. Even today that is what is happening. See, but we need to understand both dimensions are important. സ്തോത്രം. മനുഷ്യനാകിയാൽ ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികൾ, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? Every miracle in our life has powerful truth. I mean, it has something powerful to communicate, to strengthen us, to strengthen our understanding of God. See, that is what is we need to understand. Every miracle has a power. Every miracle has a power to strengthen and convince our understanding of God. See, don't simply waste the provision of God. Don't simply waste. See, some people simply enjoy the provision and leave unconvinced. Ask this, the case here, ask the crowd. See, നമ്മൾ കണ്ടതെന്നു കാണാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്ത് ചെയ്തറിയ, കർത്താവിന്റെ പ്രൊവിഷനെ എൻജോയ് ചെയ്തു, ദൈവത്തിന്റെ മിറക്കിളിനെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു ബോധ്യത്തിലേക്ക് വന്നില്ല. See, we need to understand, do not simply get excited emotionally and leave the miracle, and enjoy the miracle and go unconvinced. No, that is not the desire of God. ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയല്ല. നമ്മൾ എക്സൈറ്റഡ് ആകണം, നമുക്ക് പാഷൻ വേണം, വികാരവും സ്വന്തം ആവേശവും ഒക്കെ നമുക്ക് വേണം. പക്ഷേ ദൈവ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? That has to take us to the convincible level. ഈ നമ്മളെ ബോധ്യതലത്തിലേക്ക് കൊണ്ടുപോകണം. കർത്താവിന് സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നറിയാമോ? Every miracle should lead us to deeper understanding of God. Every miracle should lead us to deeper conviction of God. കർത്താവിനെ കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിലേക്കും ദൃഢനിശ്ചയത്തിലേക്കും ദൈവം ആരാണെന്നുള്ളതായ ആഴത്തിലേക്കും നമ്മെ നയിക്കണം. See who God is. So that should be our conviction. So every miracle, and you see every emotion we get. See the emotional excitement, aroused out of miracle should be converted, should lead us into deeper understanding of God. ദൈവത്തിലുള്ള ആഴമേറിയ ബോധ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും നമ്മളെ നയിക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായി മാറുന്നു. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ ഇനിയും നമുക്ക് പത്രോസിനെയും നോക്കാം. പത്രോസിനെയും ക്രൗഡിനെയും ഒന്ന് കമ്പയർ ചെയ്യാം. കർത്താവിന്റെ സ്തോത്രം. പത്രോസ് 68 വാക്യത്തിൽ വരുമ്പോൾ 68-69 വാക്യത്തിൽ പത്രോസിന്റെ കൺവിക്ഷൻ നമ്മൾ കാണുന്നു. സോ when we come to 68 and 69 verses, we see the conviction of Peter. പത്രോസ് ഒന്ന് വായിക്കാം. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. സീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. താങ്ക് യു. സി, ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസിന്റെ കൺവിക്ഷനാണ്. നമ്മൾ അതിനു മുമ്പേ ക്രൗഡിന്റെ കണ്ടു, പുരുഷാരത്തിന്റെ കൺവിക്ഷൻ കണ്ടു. പുരുഷാരത്തിന്റെ നില എന്താ? പുരുഷാരത്തിനാകപ്പെടെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, യേശു ആരാ? സ്വത്രം അപ്പം കൊടുക്കുന്ന ഒരു മിശിഹായാണ്. അവനെ രാജാവാക്കാനും ആഗ്രഹിച്ചു. ഇതേ ഉള്ളൂ അവരുടെ തലം, അവരുടെ സ്തോത്രം യേശുവിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അത്രേ ഉള്ളൂ. സ്തോത്രം. സോ ഹൗ ഡിഡ്
crowd understand? Crowd realized Jesus as a bread-giving Messiah. And that's the reason they wanted to make him king. See, even we are also not different from them. Many times we also, there is no problem for us to believe that Jesus is a provider. Okay? Jesus is a provider. There is no problem for us to understand Jesus is a miracle worker. There is no problem for us to understand Jesus is a healer. Right? You see, that is, many times we stop with that. Many human beings stop with that. Many Pentecostals also stop with that. See, that is like the crowd. പുരുഷാരത്തെ പോലെ നമ്മളും അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു, സൗഖ്യമാക്കുന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു, കരുതുന്ന കർത്താവിനെ കുറിച്ച് വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ ഇത്രയേ ഉള്ളൂ. അതിനപ്പുറമായി ഉയർന്ന തലത്തിലേക്ക് സ്വത്രം, അത് പുരുഷാരമാണ്, പുരുഷാരത്തിന്റെ ചിന്ത അങ്ങനെയായിരുന്നു. അതിനപ്പുറമായി പത്രോസിനെ പോലെ ഉയർന്ന തലത്തിലേക്ക് നമുക്ക് പോകാറുണ്ടോ? നമ്മൾ അനുവദിക്കാറുണ്ടോ? കർത്താവിന് സ്തോത്രം. പത്രോസ് എന്താ പറഞ്ഞെന്നറിയാമോ? പത്രോസ് പറയുന്നു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോയാനാ? അപ്പൻ തന്നുകൊണ്ടല്ലേ ഞങ്ങൾ നിന്റെ പിന്നാലെ വരുന്നത്. അപ്പ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്നേ. പക്ഷേ ഞങ്ങൾ അപ്പത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഇനി അനുഗമിക്കുന്നത്. കർത്താവ് ഇതെല്ലാം ആവശ്യമാണ്, പക്ഷെ അതെല്ലാം സെക്കൻഡറിയാ. പക്ഷെ ഞങ്ങൾ അനുഗമിക്കുന്നത് അറിയാമോ? നീ ദൈവത്തിന്റെ പരിശുദ്ധനാന്ന് ഉത്തമബോധ്യം ഉണ്ടായതുകൊണ്ടാണ്. See, that is what is the conviction. Let me ask a question. Why do you follow Jesus? Children, why do you follow Jesus? Because Jesus is, amen, is a good examination aid. Okay? You can pray to Jesus and Jesus will give you the best grade. Is that because you are following Jesus, children? I mean, why you follow Jesus? Because Jesus is good, because he heals my sickness. He's a good doctor. Is that because you follow Jesus? Jesus is a good, wisdom giver. If I trust Jesus, because Bible says fear of the Lord is the beginning of wisdom. So I learn Bible verses and I go to church. I want wisdom. Is that? I'm not saying that this won't happen. My question, why you want to follow Jesus? I mean, if they are the reason, you are like the crowd. ഞാൻ നിങ്ങളും ഈ കാരണങ്ങളാണ് ദൈവത്തെ ആരാധിക്കുക. എന്തുകൊണ്ട് ആരാധിക്ക് വരുന്ന ഇപ്പോൾ? കർത്താവ് സ്തോത്രം. അയ്യോ എന്നില്ല കൊറോണ പിടിച്ചാലോ? സ്തോത്രം. അന്നാ കുഴപ്പം. കൊറോണ പിടിച്ച് ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ കൊറോണ പിടിച്ചാലോ എന്ന് വിചാരിച്ച് എങ്കിൽ ബോധ്യമില്ല. അത് പുരുഷാരം അങ്ങനെ ചെയ്യത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നു? കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ ഹെൽത്തിന് പ്രശ്നം വന്നാലോ? കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നു? ആരാധനയ്ക്ക് വന്നാൽ ജോലി നഷ്ടപ്പെട്ടാലോ? ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ജോലി എല്ലാവരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വെല്ലച്ചാലും ആരാധനയ്ക്ക് പോകാൻ, ജോലി നഷ്ടപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ പുരുഷാരത്തിന് സമാനമാണ്. കർത്താവിന് സ്തോത്രം. വൈ വർഷിപ്പ് ഗോഡ്? എന്തിന് കർത്താവിനെ ആരാധിക്കുന്നു? എന്തിന് കർത്താവിന് സ്തോത്രം? ഹല്ലേലൂയ. സ്തോത്രം. രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ 8:30 വന്നുള്ളൂ. എന്തുകൊണ്ട് സഹോദരി ഉറക്കം പിടിഞ്ഞു നീ ദൈവത്തെ ആരാധിക്കുന്നു? ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണെങ്കിൽ, എന്റെ കർത്താവ് ആരാണെന്നുള്ളത് ഉത്തമ ബോധ്യത്തോടുകൂടെ, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടെ, ആരാധന അവന് കൊടുക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവ് ആരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ എന്റെ ഒരു പ്രിവിലേജ് ആണ് അവനെ ആരാധിക്കുക. ജീവനുള്ള ഒരു മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്ന പ്രിവിലേജ് ആണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആരാധിക്കുകയാണെങ്കിൽ കർത്താവിന് സ്തോത്രം. ദൈവത്തെ ആരാണെന്ന് അറിഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നോട്ട് ബിക്കോസ് ഹി ഗിവ്സ് us something. ഓക്കെ, മടങ്ങി വരുമ്പം പത്രോസിന്റെ കൺവിക്ഷൻ അവൻ പരിശുദ്ധനാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ പരിശുദ്ധൻ എന്നുള്ള അത് ബൈബിളിലെ ഒരു ചിന്തയാണ്, ഒരു ശക്തമായൊരു ചിന്തയാണ്. ദൈവം പരിശുദ്ധൻ എന്നുള്ളത് ബൈബിളിലെ ഞാൻ പറയാം അന്തസത്ത. ദൈവം ആരാണെന്നുള്ളതിന്റെ അന്തസത്ത ആണ് ദൈവം പരിശുദ്ധൻ. മനുഷ്യൻ പരിശുദ്ധനല്ല. മനുഷ്യൻ മണ്ണാണ്. മനുഷ്യൻ പാപിയാണ്. ദൂതൻ പരിശുദ്ധനല്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവം മാത്രം പരിശുദ്ധൻ. കർത്താവ്. അപ്പം ദൈവം ആരാണെന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ സത്ത, അന്തസത്താണ് എന്തെന്നറിയാവോ? പരിശുദ്ധൻ. അപ്പൊ പരിശുദ്ധൻ എന്നുള്ളത് ടൈറ്റിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആർക്കെന്നറിയാം? ദൈവത്തിന് മാത്രം. ദൈവത്തിനും മാത്രമുള്ള ഒരു ടൈറ്റിലാ എന്താ? പരിശുദ്ധൻ. ഇപ്പൊ പത്രോസ് എന്താ പറഞ്ഞെന്നറിയോ? നീ ദൈവമാണെന്ന്. ദൈവത്തിന്റെ പരിശുദ്ധൻ. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. പഴയ നിയമ ഭക്തന്മാരെല്ലാം ദൈവത്തെ അങ്ങനെ കണ്ടേ.
പഴയ നിയമ ഭക്തന്മാരെല്ലാം കണ്ടത് അവരേറ്റവും വലിയ കാഴ്ച ദൈവത്തെക്കുറിച്ച് അതായിരുന്നു, ദൈവം വിശുദ്ധൻ. കർത്താവിന്റെ സ്തോത്രം. സങ്കീർത്തനം 106:16, Psalm 106:16, 106:16 സങ്കീർത്തനം. പാളയത്തിൽ വെച്ച് അവർ മോശയോടും യഹോവയുടെ വിശുദ്ധനായ അഹരോനോടും അസൂയപ്പെട്ടു. അപ്പം അവിടെ യഹോവയുടെ വിശുദ്ധനായ അഹരോൻ, അത് ട്രാൻസ്ലേഷൻ ഒരു പ്രശ്നമാണ് അവിടെ. കർത്താവിന്റെ സ്തോത്രം. ആക്ച്വലി അതില് ശരിക്കുള്ള തർജിമ വരുമ്പോൾ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ അഹരോനെ കുറിച്ച് പറയുന്നു എന്ന് തോന്നും, പക്ഷേ യഹോവയ്ക്ക് ഉള്ള പദമാണ് ഇവിടെ. ട്രാൻസ്ലേഷൻ പ്രശ്നമാണ്. കർത്താവിന്റെ സ്തോത്രം. പാളയത്തിൽ വെച്ച് അവർ മോശയോടും അഹരോനോടും. അപ്പം വിശുദ്ധനായ, ഇങ്ങനെയാണ്, വിശുദ്ധനായ യഹോവയുടെ ദാസന്മാരായ മോശയോടും അഹരോനോടും അസൂയപ്പെട്ടെന്നാണ് വരേണ്ടത്. കർത്താവിന് സ്തോത്രം. ഇപ്പൊ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. വിശുദ്ധനായ യഹോവയുടെ, വിശുദ്ധനായ ദൈവത്തിന്റെ, the Lord who is holy. The actual, it should be translated in this way: the Lord who is holy, and Moses and Aaron, the servants of the Lord who is holy. ദൈവം വിശുദ്ധനാണെന്നുള്ള ചിന്ത. നമുക്ക് ഒത്തിരി വാക്യങ്ങൾ നമുക്ക് ബൈബിൾ കാണാൻ കഴിയുമെങ്കിലും ഞാൻ പറഞ്ഞു പോകാം, വായിക്കാൻ സമയമില്ല. സോ മോശ ദൈവത്തെ കണ്ടപ്പോൾ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ ദൈവത്തെ കാണുന്ന ഭാഗം നമുക്കറിയാം. ആ 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ അവിടെ നമ്മൾ കണ്ടപ്പോൾ എന്താ അറിയാമോ? നീ അടുത്തു വരരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. കർത്താവ് ദൈവത്തെ മോശ കണ്ട ആദ്യത്തെ ചിത്രം എങ്ങനെയാണ്? സ്തോത്രം. വിശുദ്ധനായ ദൈവം മോശ കണ്ട ചിത്രം. അപ്പം വിശുദ്ധനായ ദൈവത്തെ ജോഷുവ 5:15 വരുമ്പോൾ ജോഷുവ കാണുന്നുണ്ട് ദൈവത്തെ കുറിച്ച്. സ്തോത്രം. അവിടെയും കാണുന്നു ജോഷുവോടും ദൈവത്തിന്റെ സ്തോത്രം ദൂതൻ പറയുന്നു, വിശുദ്ധൻ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അപ്പൊ മോശ കാണുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചുള്ള പിക്ചർ. കർത്താവിന്റെ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. യെശയ്യാ പ്രവചനത്തിൽ വരുമ്പോൾ, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 3, Isaiah 6:3. So we see there, അവിടെ എന്താണെന്നറിയാമോ? യെശയ്യാവ് കാണുന്ന വിഷനാണ് ദർശനം. യെശയ്യാവ് കാണുന്ന ദർശനത്തിൽ ശ്രദ്ധിക്കുക. യെശയ്യാവ് എന്താണ് ദൈവത്തെ കുറിച്ച് കണ്ട ഏറ്റവും വലിയ സ്തോത്രം ചിന്ത? യെശയ്യാവിന്റെ ദർശനത്തിലെ ഏറ്റവും വലിയ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? യഹോവ വിശുദ്ധൻ, 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 പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവിന്റെ സ്തോത്രം. അപ്പം ദൈവം പരിശുദ്ധൻ എന്നുള്ളത് ദൈവവചനത്തിലെ ഏറ്റവും ശക്തമായ ഒരു ചിന്തയാണ്. കർത്താവിന് എന്താണത് അർത്ഥമാക്കുന്നത്? ദൈവത്തിന്റെ ശ്രദ്ധിക്കുക, ഏറ്റവും എന്താ പറയുന്നേ, അന്തസത്ത എന്ന് പറയാം. ദൈവത്തിന്റെ സത്തായ സ്വഭാവം, ദൈവത്തിന്റെ സത്തായ ഗുണമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. See, holiness is the deepest and the most essential being of God or nature of God. ദൈവത്തിന്റെ ഏറ്റവും ആഴമേറിയ, ഏറ്റവും അന്തസത്തായ, ഏറ്റവും സത്തായ, ഏറ്റവും കാതലായ സ്വഭാവവിശേഷം അല്ലെങ്കിൽ ഗുണവിശേഷമാണ് എന്താ? സ്തോത്രം, വിശുദ്ധി എന്നുള്ളത്. അത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട, വേറെ ഒരു സൃഷ്ടിക്കും പറ്റത്തില്ല, ദൈവത്തിന് മാത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ പറയുന്നത് അറിയാമോ? പത്രോസ് അതാ ഇവിടെ പറയുന്നത്, യേശുവേ നീ ആരാണ്? നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ സമയ ചുരുക്കത്താൽ ഒരു വാക്യം കൂടെ മാത്രം വായിച്ച് ഇന്ന് പകൽക്കാലത്തെ എന്റെ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഈ പത്രോസ് കേവലം ഇവിടെ മാത്രമല്ല നമുക്ക് മനസ്സിലാക്കുന്നത്. പത്രോസ് യേശുവിനെ ആദ്യത്തെ കണ്ട സന്ദർഭങ്ങൾ, എൻകൗണ്ടറിൽ ഒന്ന് തന്നെ തിരിച്ചറിഞ്ഞു. നമുക്ക് ഈ പത്രോസ് യേശുവും പത്രോസുമായിട്ടുള്ള ആ എൻകൗണ്ടേഴ്സ് പലതും കാണാം. പക്ഷെ അതിൽ ആദ്യത്തെ എൻകൗണ്ടറിൽ ഒന്ന് തന്നെ പത്രോസ് മനസ്സിലാക്കി, ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന്. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 5:8. ലൂക്ക് ചാപ്റ്റർ 5:8. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ്. സ്തോത്രം. ലൂക്കോസ് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതം ഇവിടെ രേഖപ്പെടുത്തുന്നു.
പത്രോസിന്റെ പടകിൽ കർത്താവ് ചെയ്ത അത്ഭുതം. ഈ അത്ഭുതം കണ്ടിട്ട് കർത്താവിന് സ്തോത്രം, അതിന് മുമ്പുള്ള വാക്യം നമ്മൾ വായിക്കുന്നത് യോഹന്നാന് പത്രോസിന് പറയാണ് അത് യേശു ആണെന്ന്. അപ്പൊ യേശു ആണെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യുന്ന, അത് കണ്ടു കഴിഞ്ഞപ്പോൾ, അത് കേട്ട് കഴിഞ്ഞപ്പോൾ, മനസ്സിലായി കഴിഞ്ഞപ്പോൾ സ്തോത്രം പത്രോസ് പറയുകയാണ്, എന്താ പറയുന്നത് അറിയാമോ? കർത്താവിന് സ്തോത്രം, യേശുവേ ഞാൻ പാപിയായ മനുഷ്യനാ, എന്നെ വിട്ടു പോകണമേ. അപ്പോൾ എന്തുകൊണ്ട് യേശുവിനെ ഒരു മനുഷ്യനായിട്ടല്ല കണ്ടത്? സ്തോത്രം, യേശു പരിശുദ്ധനാന്നുള്ള ഒരു തിരിച്ചറിവ് കർത്താവിന് സ്തോത്രം. അത് ആദ്യമേ തന്നെ പൗലോസിന്റെ ബോധ്യം ഉണ്ടായി. ആ ബോധ്യം ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, ഓരോ എൻകൗണ്ടറിലൂടെയും ഈ ബോധ്യം ശക്തിപ്പെടുകയായി ചെയ്യുന്നത്. ഈ ബോധ്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇവിടെ അതുകൊണ്ടാണ് ഈ അടുത്ത അത്ഭുതം ഇവിടെ കാണുന്നു. കർത്താവിന് സ്തോത്രം, നമ്മൾ കണ്ടത് യോഹന്നാൻ 6 കണ്ട 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരത്ഭുതം കൂടെ പത്രോസ് കാണുന്നു. ആ പത്രോസ് കണ്ടപ്പോഴും പത്രോസ് എന്താ പറയുന്നത്? ഈ ദൈവത്തിന്റെ പരിശുദ്ധനായ ക്രിസ്തുവാണെന്ന്. See what we see here. So Peter had a clear conviction of who Christ is, because as I said, holiness is the deepest and the most essential, most fundamental, or the core quality of God, because God alone is holy. No other creation, no human being, no angel, none is holy, only God is holy. And that title is ascribed only to God. Only God is holy. And you see here, Peter is taking that title to Jesus. He wanted to say that. Instead of saying, simple meaning, Peter wanted to say that, Jesus, you are not a simple human being like me, John, or my brother Andrew. See, you are also from you are a carpenter, I know. Carpenter family. You are the son of Mary. That all I know. But I know you are not like a human being like me or Andrew or John. You are the Holy One of God, means you are God. You are the very God. That is what he wanted to say that. So what I want to say that, you look into the two groups of people. One group of people, the crowd, they experience a miracle. They saw a miracle. 5 breads multiplied. They experienced a miracle. They ate the bread. Okay? You see Peter, he experienced the same miracle. He saw the same miracle. But you see that, in the case of Peter, the same miracle led him to the conviction. It strengthened his conviction who God is. Few months before, he saw another miracle in his boat. Jesus had, he had a miraculous fishing. He had a miraculous fishing. And that miracle gave him a conviction that Jesus is the Holy One, he is God. But this another miracle, feeding of 5,000, strengthened and established and increased his conviction who God is. He is the very God. Hallelujah. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് ഒരു സഭയിൽ കൂടാം, ഒരു വീട്ടിൽ വസിക്കാം, ഒരു രാജ്യത്തായിരിക്കാം, ഒരു ഡിനോമിനേഷന്റെ കീഴിലായിരിക്കാം, ഒരു ദൈവത്തെ അനുഗമിക്കാം. ഒരു ദൈവത്തിൽ നിന്നും ഒരേ മിറക്കിൾ, ഒരേ അത്ഭുതം ഒരേ സമയത്ത് ഒരുപോലെ കാണാം. നമുക്കൊരുപോലെ അനുഭവിക്കാം എന്ന് കരുതി കർത്താവിന് സ്തോത്രം ഒരേ കൺവിക്ഷൻ വരണമെന്നില്ല. കർത്താവിന് സ്തോത്രം, നമുക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങൾ, നാം അനുഭവിക്കുന്ന അനുഭവങ്ങൾ, ആ സ്തോത്രം അനുഭവിക്കുന്ന അത്ഭുതങ്ങൾ, കാണുന്ന അത്ഭുതങ്ങൾ, കേൾക്കുന്ന അത്ഭുതങ്ങൾ, വായിച്ചറിയുന്ന അത്ഭുതങ്ങൾ, എന്തുമാകട്ടെ, ഇത് കർത്താവിന് സ്തോത്രം ദൈവം ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മുടെ ബോധ്യ തലങ്ങളെ അത് ശക്തിപ്പെടുന്നില്ലെങ്കിൽ കർത്താവിന് സ്തോത്രം നമ്മൾ സ്തോത്രം അത്ഭുതങ്ങളുടെ പരമ്പര കണ്ടാലും, അത്ഭുതങ്ങളുടെ പരമ്പര അനുഭവിച്ചാലും അതുകൊണ്ട് പ്രയോജനമില്ലാതായി മാറുന്നു. കർത്താവിന് സ്തോത്രം, ഈ പലക്കാലം വികാരതലത്തിൽ അനുഭവിക്കുന്നതായ അത്ഭുതങ്ങൾ,
അവിടെ കൊണ്ട് നിർത്താതെ വണ്ണം ഉന്നതമായ ബോധ്യതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. This is my prayer that, see, as we enjoy, we need miracles. We need. God is a miracle working God. Even today, He is a miracle working God. His hands are not shortened to a miracle for any of you. He still do the miracle, and He will continue doing the miracle. But do not allow us to stay on the emotional realm, enjoying, being excited the miracle. Rather, allow the Holy Spirit to strengthen our conviction in the Lord. കർത്താവിന് സ്തോത്രം. ഈ പലകാലം ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറയട്ടെ, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതുമാണ്. അവൻ അത്ഭുത വീരനാണ്. അവൻ സ്തോത്രം അവന്റെ അത്ഭുതങ്ങൾക്ക് ഇന്നും പഞ്ഞമില്ല. ഏത് അസാധ്യങ്ങളും സാധ്യമാക്കുന്ന കർത്താവ്, ഏത് അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകൾ, ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ എല്ലാ പ്രതീക്ഷകളും കൈവിടപ്പെട്ട് ഡോക്ടേഴ്സ് അവരുടെ അവർക്ക് ഹോപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസ് സ്തോത്രം അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ തലത്തിൽ എത്തത്തുള്ള നിങ്ങളുടെ ജീവിതത്തിന് സ്തോത്രം കോമ ഇട്ടുകൊണ്ട് കർത്താവിന് ഏതെങ്കിലും രോഗം നിങ്ങളുടെ ജീവിതത്തെ ആശങ്കപ്പെടുത്തുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും വിഷയം ഭീതിപ്പെടുത്തുന്നു, നാളെ എന്തായി തീരുമെന്നുള്ള ഭീതിപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയത്തെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലാത്ത ഒരു സ്തോത്രം ഹല്ലേലൂയ ആഴിക്കടലിലാണ് നിങ്ങൾ. കർത്താവിന് എങ്കിലും ഈ പലക്കാലം ഞാൻ പറയട്ടെ ഹല്ലേലൂയ, നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, ഏത് അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ശക്തനായ കർത്താവ്, ആഴിക്കടലിൽ ഹല്ലേലൂയ നടന്നു കടന്നു വരുവാൻ കഴിയുന്ന കർത്താവ്, പെരുവെള്ളത്തിൽ കരനീട്ടുവാൻ കഴിവുള്ള കർത്താവ്, ഏത് ഘോര രോഗത്തെയും ഏത് മാരക രോഗത്തെയും ഒറ്റ സ്പർശനത്താൽ, ഒറ്റ വാക്കിനാൽ, ഒരു നോട്ടത്താൽ ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവനത്ര നമ്മെ സേവിക്കുന്ന കർത്താവ്. എന്നാൽ നാം അനുഭവിക്കുന്ന ഈ അത്ഭുതങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമ്മെ നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ഉദ്ധമ ബോധ്യത്തിലേക്ക്, ഉയർന്ന ബോധ്യത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.